പൊട്ടത്തരം കാണിക്കരുത്. നിങ്ങൾ കാണിക്കുന്ന കുറച്ച് പൊട്ടത്തരങ്ങൾ ഇപ്പം ഞാൻ പറയാൻ പോവാം. ബ്ലാക്ക് പിങ്കിന്റെ ചില മ്യൂസിക് വീഡിയോസിന്റെ വ്യൂ കൂടുതലാണ്. അതിനും ഒരു വലിയ കാരണമുണ്ട്. എല്ലാം പറഞ്ഞുതരാം, ഈ വീഡിയോ തന്നെ പറഞ്ഞുതരാം. തമ്പനയിൽ കണ്ടിട്ട് വന്നതായിരിക്കും അല്ലേ? യെസ്, BTSന്റെ ആർമി മാത്രം കാണുക എന്ന് ഞാൻ തമ്പനയിൽ കൊടുത്തതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. അതെന്താ നമുക്കറിയാം. അതിനു മുൻപായിട്ട് ഹായ് ആമി, ഞാൻ സെനോ BTSന്റെ ഹിന്ദുവാണ്. ആർമിയെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ മുൻപത്തെ വീഡിയോയ്ക്കൊക്കെ കമൻറ്റ് ഇട്ട് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് ഓൾസോ യുവർ കെയർ. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ടേക്ക് ഇറ്റ് സീരിയസ്. ഞാൻ ഇതിന് മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. സ്ട്രീമിങ്ങിൻ്റെ കാര്യം തന്നെയാണ്. എന്ത് കരുതി ഈ വീഡിയോ മൊത്തം വള എന്ന് പറഞ്ഞ് ഞാൻ സ്ട്രീം ചെയ്യണമെന്ന് പറയുമൊന്നുമല്ല. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാണ്. BTSന്റെ ഏറ്റവും വ്യൂ ഉള്ള മ്യൂസിക് വീഡിയോസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ നിങ്ങൾ പറയാൻ പറ്റുമെങ്കിൽ നിങ്ങളൊരു നല്ല BTS ആർമി ആയിരിക്കും. കാര്യം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു സീരിയസ് ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. BTSന്റെ മോസ്റ്റ് വ്യൂഡ് ആയിട്ടുള്ള കുറച്ച് മ്യൂസിക് വീഡിയോസ് ഞാനിവിടെ പറയും. ആ വീഡിയോസ് ഏത് ലെവലിലേക്ക് അതിൻ്റെ വ്യൂ എത്തിക്കണം എന്നുള്ളതും കൂടെ പറഞ്ഞുതരാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, BTSന്റെ വീഡിയോയുടെ വ്യൂവിനേക്കാൾ കൂടുതൽ ബ്ലാക്ക് പിങ്കിൻ്റെ ചില മ്യൂസിക് വീഡിയോസിൻ്റെ വ്യൂ കൂടുതലാണ്. 2 ബില്യണിന് മേലെ വ്യൂ കിട്ടിയിട്ടുണ്ട്. കാരണം എന്തോ നിങ്ങൾക്കറിയാമോ? അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. ഇനിയും അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ. ഓക്കെ, യെസ്. അപ്പോൾ ആദ്യം തന്നെ ആ കാരണത്തിലേക്ക് തന്നെ കിടക്കാം. എന്തുകൊണ്ട് ബ്ലാക്ക് പിങ്കിൻ്റെ വീഡിയോസിന് ഇത്രയും വ്യൂസ് BTSനേക്കാൾ കിട്ടിയെന്ന്. ഇപ്പോൾ ബ്ലിങ്സ് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടായിരിക്കാം, BTS ആർമി കാണുന്നവരുണ്ടായിരിക്കാം. ബ്ലിങ്സ് കണ്ടിട്ട് എന്നെ ഇതിനെപ്പറ്റി കുറ്റം പറഞ്ഞാലും എനിക്കൊന്നുമില്ല. ബ്ലാക്ക് പിങ്കിൻ്റെ വീഡിയോസിന് വ്യൂ കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ BTSന്റെ ആർമി ഉണ്ടെന്ന്. മറ്റ് ആർട്ടിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ല കാര്യം തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പക്ഷേ നമ്മളൊരു BTSന്റെ ആർമി ആയിരിക്കുമ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് കരുതി BTSന്റെ ആർമി ആണെന്ന് കരുതി എനിക്ക് എന്നെ മറ്റുള്ളവരെ മറക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലേക്കല്ല ഞാൻ പറയുന്നത്. മെയിൻ റീസൺ ഞാൻ പറഞ്ഞുതരാം. ബ്ലാക്ക് പിങ്കിന്റെ മ്യൂസിക് വീഡിയോയ്ക്ക് വ്യൂ കൂടുന്നതിന് പിന്നിലെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ BTS ആർമിയെ സംബന്ധിച്ച് നമുക്ക് നല്ല കോമ്പറ്റീറ്റീവ് മൈൻഡ് ഉള്ളവരാണ്. ഇപ്പോൾ അത് കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. എന്നാൽ നല്ല കോമ്പറ്റീറ്റീവ് മൈൻഡ് ഉള്ളവരാണ് നമ്മൾ. BTSനെ എങ്ങനെയെങ്കിലും മുൻനിരയിലേക്ക് എത്തിക്കണം എന്ന് ഓർത്തിട്ട്. അതിനിടയ്ക്ക് നിങ്ങൾ ബ്ലാക്ക് പിങ്കിന്റെ ഒരു മ്യൂസിക് വീഡിയോ ഇറങ്ങിയാൽ ഇതെങ്ങനെയുണ്ട്? ബ്ലാക്ക് പിങ്ക് BTSനേക്കാൾ നല്ലൊരു വീഡിയോ ആണോ? ഇല്ലേ എക്സോഡി ഒരു വീഡിയോ BTSനേക്കാൾ നല്ലതാണെന്ന് പറയുന്നത് ആക്രാന്തത്തിൽ ചെന്ന് നിങ്ങൾ ആ വീഡിയോയ്ക്ക് വ്യൂ കൊടുക്കും അല്ലേ? അത് ഫുള്ള് നിങ്ങൾ കുത്തിയിരുന്ന് കാണും ഇതിലെന്താണുള്ളതെന്ന്. ആ ഒരു റെസ്പോൺസിബിലിറ്റിയും ആ ഒരു സൂക്ഷ്മതയും ഒക്കെ നിങ്ങൾ നമ്മുടെ സ്വന്തം മ്യൂസിക് വീഡിയോകൾക്ക് കൊടുക്കുക. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം. ഉപദേശമൊന്നുമില്ല, ഉപദേശിക്കാൻ ഞാൻ ആരുള്ള. ഐ എം ഓൾസോ എ പാർട്ട് ഓഫ് ദിസ് ഫാൻഡം, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ട്രിക്ക് നിങ്ങൾ ചെയ്യുന്നു, ആ ഒരു കാര്യം, ട്രിക്കല്ല, ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവിടെ എന്താണെന്ന് പറയാൻ ഓടി ചെന്ന് ആ ഒരു മ്യൂസിക് വീഡിയോ കാണും. അതൊരു വ്യൂ ആണ്. അത് കാണുമ്പോൾ എങ്ങനെ കാണും, ഇതിലെന്തായിരിക്കുന്നത് എന്നുള്ളൊരു ആക്രാന്തത്തിൽ അതിൻ്റെ ഓരോ പോയിന്റുകളും മുഴുവനായിട്ട് കണ്ട് HDയിലിട്ട് നല്ല വോളിയത്തിലിട്ട് നിങ്ങൾ സൂക്ഷ്മമായിട്ടത് വീക്ഷിക്കും. അതൊരു വ്യൂ ആണ്. പിന്നെയും കാണുമായിരിക്കും ചിലപ്പോൾ, ഇതിലെന്നാ ഇരിക്കുന്നത് ഒന്നുകൂടെ കാണാം എന്നോർത്ത് കാണും. അത് തെറ്റാണ്. ഇപ്പോൾ ഇങ്ങനൊരു കാര്യം ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. BTSന്റെ ചില മ്യൂസിക് വീഡിയോ ഇറങ്ങുമ്പോൾ ചില ആർമി അത് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്ത് വീട്ടിലിരുന്ന് കണ്ട് എൻജോയ് ചെയ്യും. പെട്ടെന്ന് പഠിക്കാനായിരിക്കും. അങ്ങനെ പാട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള നിങ്ങൾ നേരെ ചെന്നിട്ട് അതിൻ്റെ ലിറിക്സ് ആ സമയത്ത് തന്നെ റിലീസാകും. ആ ഒരു ലിറിക്സ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. ഒരിക്കലും മെയിൻ മ്യൂസിക് വീഡിയോ ഡൗൺലോഡ് ചെയ്ത് ഇരുന്ന് കാണരുത്. നിങ്ങൾക്ക് വീഡിയോ സ്ട്രീം ചെയ്യണമെന്ന് ഡയറക്റ്റ് ഹൈബിൻ്റെ ഒഫീഷ്യൽ ചാനലിൽ പോയി തന്നെ കാണുക. ഇല്ലേ സ്പോട്ടിഫൈയിലാണെങ്കിൽ BTSന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആ ഒരു പേജിൽ പോയി കാണുക. ബ്ലാക്ക് പിങ്കിൻ്റെ സോങ് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടല്ലേ, വേറെ ഏതെങ്കിലും വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആർമി ദയവ് ചെയ്ത് ചെയ്യേണ്ട കാര്യം ആ ഒരു വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കാണുക. സ്ട്രീം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ BTSന്റെ സോങ്സ് അങ്ങനെ തന്നെ സ്ട്രീം ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ചെയ്യണം എന്നൊരു ഉദ്ദേശമൊന്നും എനിക്കില്ലായിരുന്നു. ഈ ഒരു ഞാൻ ഇന്ന് സ്ട്രീം ചെയ്യുന്നതിനിടയ്ക്ക് ഇതെന്തോ കയ്യിൽ ബുഷാണോ, സോറി, ഈ ഒരു സ്ട്രീം ചെയ്യുന്നതിനിടയ്ക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്നുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന കോലത്തിൽ പെട്ടെന്ന് കണ്ണുവെഴുതി ലിപ്സ്റ്റിക് ഇട്ട് ഓടി വന്നേ ഉള്ളൂ. ഈ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതിനിടയ്ക്ക് ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങളാണ്. യൂട്യൂബിനകത്തുനിന്ന് നമ്മുടെ കൂടുതൽ മോസ്റ്റ് വ്യൂഡ് ആയിട്ടുള്ള കുറച്ച് സോങ്സ് ഒക്കെ എടുക്കാം, ഒന്ന് സെർച്ച് ചെയ്യാം എവിടം വരെ ആയി എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാമെന്ന്. അതിനടുത്ത നോട്ടിൽ ഇതാ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ. 7 മ്യൂസിക് വീഡിയോയ്ക്ക് 1 ബില്യണിന് മേലെ വ്യൂ കിട്ടിയിട്ടുണ്ട്. അത് ഏതൊക്കെയാന്ന് പറയാം. ഡൈനമൈറ്റ്, ബോയ് വിത്ത് ലവ്, DNA, മൈക്ക് ഡ്രോപ്പ്, ഫേക്ക് ലവ്, ഐഡൽ, ബട്ടർ. ഈ 7 എണ്ണത്തിന് 1 ബില്യണിന് മേലെ. ഓ മൈ ഗോഡ്, BTSന്റെ ഈ ഒരു സോങ്സിന് 1 ബില്യണിന് മേലെ ഇത്രയും സോങ്സ് ഉണ്ടോന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുകയല്ല. നമ്മളെപ്പോലൊരു വലിയ പവർഫുൾ ഫാൻറ്റം വിചാരിക്കേണ്ടത് 1 ബില്യണേ ഉള്ളൂ എന്നാണ്. ലോകത്തിലെ ഏറ്റവും വ്യൂ ഉള്ള മ്യൂസിക് വീഡിയോ ഏതാണെന്നറിയാമോ? sabes que ya llevo un rato mirándote, tengo que bailar contigo hoy, te va vi que tu mirada es rara y me
ഏത് പാട്ടാണ് ഇതെന്ന് അറിയാമോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടാണ്. BTSന്റെ സോങ്സ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഓൾ ടൈം ഫേവറേറ്റ് ആണ് ഡെസ്പാസിറ്റോ. ലൂയിസ് ഫോൺസിയും അതുപോലെ ഡാഡി യാങ്കിയും കൂടെ ഇറക്കിയ സോങ് ആണ്. 8.6 ബില്യൺ വ്യൂ ആണ്, അതായത് 8 കോടിക്ക് മേലെ. BTSന്റെ സോങ് 1 ബില്യൺ ഉണ്ടോ എന്നല്ല വിചാരിക്കേണ്ടത്, അത്രേ ഉള്ളൂ എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫാൻഡത്തിനെ കൊണ്ട് അത്രേ കഴിയുന്നുള്ളൂ എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്, അല്ലേ? ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ബാഡായിട്ട് കമന്റ് ഇടാം, എനിക്കത് കുഴപ്പമില്ല. കാര്യമായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് താഴെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഹിറ്റ് ആവേണ്ടതാണ് ബ്ലഡ് സ്വെറ്റ് ടീയേഴ്സും ഡോപ്പും പെർമിഷൻ ടു ഡാൻസും. അതിൻ്റെയൊക്കെ വ്യൂ ആയിട്ട് നിങ്ങൾ ഞെട്ടും. അതൊക്കെ ഹിറ്റ് സോങ്സ് ആണ്, പക്ഷേ എൻ്റെ വ്യൂ കുറവാണ്. 1 ബില്യൺ എത്തിക്കാൻ ഇതുവരെ നമ്മളെ കൂടെ കഴിഞ്ഞിട്ടില്ല. ഓരോന്നിൻ്റെ വ്യൂ ഞാൻ അടിസ്ഥാനപ്പെടുത്തി പറയാം, അപ്പം നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലാകും. ഏറ്റവും കൂടുതൽ വ്യൂ നിൽക്കുന്ന BTSന്റെ സോങ് എന്ന് പറഞ്ഞാൽ ഡൈനമൈറ്റ് ആണ്. ഡൈനമൈറ്റ് 1.9 ബില്യൺ ആണ്. ആ കൂട്ടത്തിലൊരു 1 മില്യണോട് വെച്ചിട്ട് നിങ്ങൾക്കത് ഒരു 2 ബില്യണിൽ എത്തിക്കാൻ കഴിയുന്നില്ല. ആർമിക്ക് ഒരു 2 ബില്യണിൽ എത്തിക്കാൻ നിങ്ങൾ ഗ്രൂപ്പ് എല്ലാം ഹാർഡായിട്ട് തന്നെ ശ്രമിക്കണം. വർക്ക് ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. 2025 അവർ തിരിച്ചു വരാറായി. ഇത്രയും ദിവസം നമ്മൾ ആർമിയും കുറച്ച് ബ്രേക്ക് എടുത്തു. ഇനി ആക്റ്റീവ് ആവേണ്ട സമയമായി എനിക്കും തോന്നിയോണ്ടാണ് ഞാൻ എന്നും വീഡിയോസൊക്കെ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ ഇടുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ 1.9 ബില്യൺ വ്യൂവോട് കൂടി ഡൈനമൈറ്റ്. തൊട്ട് പുറകിൽ ബോയ് വിത്ത് ലവ് ആണ്. ബോയ് വിത്ത് ലവ് 1.8 ബില്യൺ ആണ്. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് DNA ആണ്. DNAയുടെ വ്യൂ എന്ന് പറയുന്നത് 1.6 ബില്യൺ ആണ്. ഫോർത്ത് വൺ മൈക്ക് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ BTSന്റെ എക്കാലത്തെ ഹിറ്റ് സോങ് ആണ്. അതായത് ഹേറ്റേഴ്സിനുള്ളൊരു വലിയ റിപ്ലൈമാണ്, ആർമിക്കുള്ളൊരു മോട്ടിവേഷനാണ്. അത്ര റാപ്പ് ആണെങ്കിലും ലിറിക്സ് ആണെങ്കിലും മ്യൂസിക് ഡയറക്ഷൻ ആണെങ്കിലും കൊറിയോ ആണെങ്കിലും എല്ലാം ടോപ്പ് മോസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സോങ് ആണ് മൈക്ക് ഡ്രോപ്പ്. എൻ്റെ ഒരു ഊഹം ശരിയാണ്, ഡൈനമൈറ്റിനേക്കാൾ പെർഫെക്റ്റ് സോങ് ആണ് മൈക്ക് ഡ്രോപ്പ്. പക്ഷെ മൈക്ക് ഡ്രോപ്പ് ഇപ്പോഴും നമ്മൾ 1.4 ബില്യണിലാണ് വ്യൂ കിടക്കുന്നത്. അത് 2 ബില്യൺ കഴിയേണ്ട സമയം പണ്ടേ കഴിഞ്ഞു. ഇത് ഫേക്ക് ലവ് ആണ് 1.3 ബില്യൺ. പോരാ, ഐഡൽ 1.3 ബില്യൺ. സെയിം ഫേക്ക് ലവും ഐഡലും 1.3 ബില്യൺ. അത് 1.5 ബില്യണെങ്കിലും ആക്കണം, 2 ബില്യൺ ആക്കേണ്ടതാണ്, എന്നാലും പറയുവാണ്. ബട്ടറിന്റെ വ്യൂ വരുന്നത് 1 ബില്യൺ. ഒരുപാട് അവാർഡ്സ് ഒക്കെ കിട്ടിയ നല്ലൊരു മ്യൂസിക് വീഡിയോ ആണ് ബട്ടർ. അത് റിലീസ് ആവുന്ന ആ ഒരു കൊറോണ ആ ഒരു ടൈമില്ലേ, ആ ടൈമിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രീം ചെയ്യാനും അത്ര നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ടൈമിൽ ഇറങ്ങിയ ഒരു മ്യൂസിക് വീഡിയോ ആണ് ബട്ടർ. അത് നല്ല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ സ്ട്രീം ചെയ്ത് മുൻനിരയിൽ എത്തിക്കാം. ഡൈനമൈറ്റ്, ബോയ് വിത്ത് ലവ്, DNA മൂന്നെണ്ണം 1.5 ബില്യൺ മേളിലാണെന്ന് പറഞ്ഞു. ഒന്ന് 1.6, 1.8, 1.9. ഈ 3 മ്യൂസിക് വീഡിയോ ഒരു 2 മന്ത്സിനകത്ത് ഒരു 2 ബില്യൺ ആക്കാൻ ആർമിക്ക് കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമായിരിക്കും. നെക്സ്റ്റ്, അപ്പോൾ ഈ പറഞ്ഞ 7 സോങ്സ് ഡൈനമൈറ്റ്, ബോയ് വിത്ത് ലവ്, DNA, മൈക്ക് ഡ്രോപ്പ്, ഫേക്ക് ലവ്, ഐഡൽ, ബട്ടർ, ഈ 7 സോങ് 1 ബില്യണിന് മേലെയാണെന്നല്ല 2 ബില്യൺ താഴെ ഉള്ളൂ എന്ന് വിചാരിക്കാം. നെക്സ്റ്റ് ലെവലിലേക്ക് നോക്കുവാണ് 1 ബില്യൺ. ഒരു മിനിറ്റ്, ശരിക്കും പറഞ്ഞാൽ അടുത്തു കേട്ടോ. ഒരു പണിയിലാണ്ട് നമ്മളിത് ചെയ്യാന്ന് വിചാരിക്കരുത്. ഇനി 1 ബില്യണിലേക്ക് എത്തിക്കേണ്ട മ്യൂസിക് വീഡിയോസ് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ആർമി തന്നെ ഇതുവരെ ഇതൊന്നും എത്തിയില്ലേന്ന്. കാര്യം സ്ട്രീം ചെയ്യുന്ന ആർമിക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. ബ്ലഡ് സ്വെറ്റ് ടീയേഴ്സ് പോലെ എന്താ പറയുക, K-pop ഹിസ്റ്ററിയിൽ പോലും ബ്ലഡ് സ്വെറ്റ് ടീയേഴ്സിന്റെ ഒരു കോൺസെപ്റ്റ്, അതുപോലൊരു കോൺസെപ്റ്റ് ആയിട്ടൊരു മ്യൂസിക് വീഡിയോ ഇറങ്ങിയിട്ടില്ല. അത്രയ്ക്ക് സ്പെഷ്യലൈസ്ഡ് ആണ് ആ ഒരു സോങ് എന്ന് പറഞ്ഞാൽ. ആ ഒരു സോങ്ങിന്റെ വ്യൂ എന്ന് പറയുമ്പം 994 മില്യൺ. അതായത് നമ്മൾ 1 ബില്യൺ ആക്കിയിട്ടില്ല എന്നുള്ളത് നമ്മുടെ ഭാഗത്തൊരു പാകപ്പഴയല്ല, കുറ്റം പറയുമല്ല. എന്നാൽ നെക്സ്റ്റ് വൺ ഡോപ്പ് 803 മില്യൺ. അതും പോരാ, 1 ബില്യൺ എത്തിക്കണം. ഡോപ്പൊക്കെ അങ്ങനെയാണ്. പെർമിഷൻ ടു ഡാൻസ് അതിലുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം. കൊറോണ ടൈം കഴിഞ്ഞപ്പോൾ നമ്മളുടെ ആ ഒരു ലോകത്തെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ആക്രാന്തം, ആ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷത്തെയാണ് BTS ഒരു കോൺസെപ്റ്റ് ആക്കിയിട്ട് പെർമിഷൻ ടു ഡാൻസിലൂടെ കാണിക്കുന്നത്. ആ പെർമിഷൻ ടു ഡാൻസ് എന്ന് പറയുന്ന ഈ ഒരു മ്യൂസിക് വീഡിയോയുടെ വ്യൂ 667 മില്യൺ ആണ്. നെക്സ്റ്റ് മ്യൂസിക് വീഡിയോ ഓണിന്റെ പ്രത്യേകത ഞാൻ ആർമിയോട് പറഞ്ഞു തരണ്ട. എത്ര കണ്ടാലും കൊതി മാറാത്ത കൊറിയോഗ്രാഫിയാണ് നമ്മുടെ ഓണിൻ്റെത്, അല്ലേ? ബെസ്റ്റ് കൊറിയോഗ്രാഫിക്കുള്ള അവാർഡൊക്കെ കിട്ടിയ മ്യൂസിക് വീഡിയോ ആണ് ഓൺ എന്ന് പറയുന്നത്. ഓണിന്റെ വ്യൂ ആണ് 632 മില്യൺ. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വൺ നോട്ട് ടുഡേ, അതിന്റെ 603 മില്യൺ. 603 മില്യണേ ഉള്ളൂ അതൊക്കെ. പിന്നെ വരുന്നത് ലൈഫ് ഗോസ് ഓൺ നല്ല സോങ് ആണ്. നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് സ്ട്രീം ചെയ്യാവുന്നതാണ്. സ്പോട്ടിഫൈയിലും അതൊരു സ്ലോ ആയിട്ടുള്ളൊരു സോങ് ആയതുകൊണ്ട് തന്നെ സ്പോട്ടിഫൈയിലും നിങ്ങൾ വിചാരിച്ചാൽ ഒരു നല്ല രീതിയിലേക്ക് അതിൻ്റെ ഒരു റീച്ച് എത്തിക്കാൻ പറ്റും. അപ്പോൾ ലൈഫ് ഗോസ് ഓൺ 560 മില്യൺ. ബ്ലാക്ക് സ്വാൻ, ശരിക്കും ഇത് കാണുമ്പോൾ ആർമി നിങ്ങൾക്ക് വിഷമം തോന്നും. ഈശ്വര, ബ്ലാക്ക് സ്വാൻ ഒന്നും ഇതുവരെ എങ്ങും എത്തിയില്ലേന്ന് ഓർക്കുമ്പോൾ. ബ്ലാക്ക് സ്വാൻ്റെ വ്യൂ 543 മില്യൺ. അത്രേ ഉള്ളൂ. അടുത്തത് നമ്മൾ പറയുമ്പോൾ BTSന്റെ ആർമി എന്ന് പറയുമ്പോൾ അതിലൊരു 40% പേരും റിംഗ് ടോൺ സെറ്റ് ചെയ്തൊരു സോങ് ആയിരിക്കും ഫയർ.
കാര്യം അത്ര മാസമാണ്, അതൊരു 1.5 ഫയർ തന്നെയാണ്. ആ ഫയറിന്റെ വ്യൂ 426 മില്യൺ. ബ്ലിങ്സിന്റെ സോങ്സ് എല്ലാം 2.5 മില്യൺ 2.5 ബില്യൺ ഒക്കെ പോകുമ്പോൾ അതിലും വലിയ ഫാൻറ്റമായ നമ്മളുടെ ഇത്രയും കിടക്കുന്ന എന്താണ്? അവരുടെ വ്യൂ കൊടുക്കുന്നതിൽ ആർമിക്കും പങ്കുണ്ട്, നമ്മൾ കുറ്റപ്പെടുത്തില്ല, അത് കമലവൻ്റെ ഇഷ്ടമാണ്. പക്ഷേ ഇതൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ട് ടൈം മാറിയിട്ടുണ്ട് അല്ലേ ശരിക്കും പറഞ്ഞാൽ BTS എന്ന് പറയുമ്പോൾ. ആർമി എന്ന് പറയുന്ന മറ്റു ഫാൻറ്റത്തിൽ നിന്നും ഡിഫറെൻ്റ് ആകുന്നതിൻ്റെ കാര്യം നമ്മുടെ കഷ്ടപ്പാട് അത് തന്നെയാണ്. ആ ഒരു യൂണിറ്റി, ആ ഒരു ഹാർഡ് വർക്ക്, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഫാൻറ്റം ആർമി നമ്പർ 1 ഫാൻറ്റവും പവർഫുൾ ഫാൻറ്റവും ആയതിൻ്റെ കാര്യം. നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്ട്രീമിങ്ങിൻ്റെ ലിസ്റ്റ് ഒന്നും ഞാൻ പുറത്ത് വിട്ടില്ല എന്ന് പറയണ്ട. അപ്പോൾ ഈ ഒരു 1 മന്ത് കൊണ്ട് ഫുള്ളാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം നമ്മൾ മല്ലു ആർമീസ് കുറച്ചല്ലേ, എൻ്റെ വ്യൂ കാണുന്നത് അതിലൊരു 1% ഉള്ളൂ. അപ്പോൾ ഈ എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം, ഈ ഒരു 2 മന്ത്സിനകത്ത് നിങ്ങൾ വ്യൂ കൂട്ടണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അവധിയൊക്കെ വരുമല്ലേ മാർച്ചൊക്കെ ആകുമ്പോൾ. അപ്പോൾ വ്യൂ കൂട്ടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈനമൈറ്റ്, ബോയ് വിത്ത് ലവ്, നോട്ട് ചെയ്തോ, ഞാനിവിടെ എഴുതിയിട്ടേക്കാം, നോട്ട് ചെയ്തോ. ഡൈനമൈറ്റ്, ബോയ് വിത്ത് ലവ്, DNA, മൈക്ക് ഡ്രോപ്പ്, ഫേക്ക് ലവ്, ഐഡൽ, ബട്ടർ, ഇത്രയും സോങ്, ഈ 7 സോങ് നിങ്ങൾ 2 മാസത്തിനകത്ത് 2 ബില്യണിന് വേണ്ടി ട്രൈ ചെയ്യണം. ഞാൻ ഡെയിലി ട്രൈ ചെയ്യാറുണ്ട്, പാട്ട് പഠിക്കാനുള്ള ഞാൻ ട്രൈ ചെയ്യാറുണ്ട്, നിങ്ങളും ട്രൈ ചെയ്യണം. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ. പിന്നെ നിങ്ങൾ ഇതേപോലെ തന്നെ റിലീസ് ചെയ്യുന്ന മറ്റേതെങ്കിലും മ്യൂസിക് വീഡിയോ ഉണ്ടെങ്കിൽ അവിടെ എന്താ നടക്കുന്നത് നമുക്കത് അറിയണമെന്ന് നിങ്ങൾ നേരെ പോയി ആ മ്യൂസിക് വീഡിയോ HD സൗണ്ട് ഫുള്ള് കൂട്ടി വെച്ചിട്ട് എന്താ പറയുക, അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ മുഴുവൻ കണ്ട് അവർക്ക് വ്യൂ കൊടുക്കുന്നതിന് പകരം ആ ഒരു കോൺസെൻട്രേഷനും കാര്യങ്ങളും ഈ നമ്മുടെ മ്യൂസിക് വീഡിയോകളിലേക്കൂടെ കാണിക്കാമെന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്കത് കാണണം, ആ സോങ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിറിക്സ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. ആ ഒരു മ്യൂസിക് വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. എന്നാലും ഒരിക്കലും BTSന്റെ മ്യൂസിക് വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തൊന്ന് കാണണമെന്നല്ല ഞാൻ പറയുന്നത്. BTSന്റെ മ്യൂസിക് വീഡിയോ ഈ പറയുന്ന പോലെ ബ്ലിങ്സ് കാണുന്നുണ്ട്, എക്സോൾ കാണുന്നുണ്ട്. ഇവരൊക്കെ കാണുന്നത് എങ്ങനെയാണെന്നറിയാമോ? റിലീസ് ആകുന്ന സമയത്ത് മ്യൂസിക് വീഡിയോ ഡയറക്റ്റ് യൂട്യൂബ് ക്രോമിൽ പോയി കോപ്പി പേസ്റ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യും. അവരിരുന്ന് കാണും അതിൻ്റെ സംഭവം എന്നാണ്. ആർമിയെ പോലെ ചാടിക്കറി ആക്രാന്തം പിടിച്ച് ഫുൾ വ്യൂ അവർക്ക് കൊടുത്തിട്ട് നമ്മുടെ സോങ് ഇല്ലാതെ വരുമല്ല ചെയ്യുന്നത്. അവരതെല്ലാം കേൾക്കുന്നുണ്ട്. BTSന്റെ സോങ്സ് എല്ലാം ബ്ലിങ്സിന് അറിയാം, അവരൊക്കെ അങ്ങനെയാണ് കേൾക്കുന്നത്. നമ്മൾ നേരെ മറിച്ച് അങ്ങനെ അല്ല ചെയ്യുന്നത്, സത്യമല്ലേ? അപ്പോൾ ഇനി കാണുമ്പോൾ ആ ഒരു കാര്യം ഫോളോ ചെയ്യുക. മറ്റുള്ളവർക്കൊരു ദ്രോഹമല്ല നമ്മൾ ചെയ്യുന്നത്, ആർക്കും ദ്രോഹം ചെയ്യാനും പറയുന്നില്ല. നമ്മളുടെ നല്ല വശം, നമ്മളുടെ സേഫ്റ്റി, നമ്മൾ BTSന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ചെയ്ത് നോക്കുക, അത്രേ ഉള്ളൂ. നിങ്ങൾ വിചാരിച്ചാൽ 1 ബില്യണിൽ എത്തിക്കാൻ പറ്റുന്ന, ഒരു മാസം കൊണ്ട് 1 ബില്യൺ, ഒരു മാസം വേണ്ട, 1 വീക്ക് വിചാരിച്ചാൽ 1 ബില്യൺ എത്തിക്കാൻ പറ്റുന്ന ഒരു സോങ് ആണ് ബ്ലഡ് സ്വെറ്റ് ഇയേഴ്സ്. കാര്യം 994 മില്യൺ കിടക്കുവാണ്. ഒരു 6 മില്യൺ കൂടെ ഇട്ടേച്ച് അതൊന്ന് 1 ബില്യൺ ആക്ക്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യ്, നിങ്ങളെക്കൊണ്ട് പറ്റും. എന്നാണെങ്കിലും നമ്മൾ BTSന്റെ സോങ് ഡെയിലി കേൾക്കുന്നവരാ. എന്നാൽ പിന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി അവരുടെ ചാനലിൽ പോയി നിങ്ങൾക്ക് കേട്ടാൽ എന്താ, അത് അത്രയും യൂസ്ഫുൾ അല്ലേ? അത് HD ഒരു ദിവസം നമ്മൾ എന്തായാലും നെറ്റ് 1 GB എങ്കിലും നെറ്റ് ഉപയോഗിക്കുന്നവരാണ് എല്ലാ ആർമിയും. ഈ 1.5 GB BTSന്റെ ഈ ഒരു സോങ് HD കണ്ടത് കൊണ്ട് നിങ്ങൾക്ക് എത്ര MB, ഒരു 20 MB അല്ലെങ്കിൽ ഒരു 25 MB എങ്ങനെ പോയെങ്കിലേ ഉള്ളൂ. അങ്ങനെ കാണാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ നൈസായിട്ട് മൂവാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്, സലാങ്ങിയോ.